എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ തേനൂറും തേൻ നെല്ലിക്കയാണ്. ഈ ഒരു നെല്ലിക്ക ദിവസവും ഒരെണ്ണം കഴിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരുപാട് പോഷകങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കാവട്ടെ നെല്ലിക്കയ്ക്ക് പുളിപ്പുള്ളത് കൊണ്ട് പച്ചയായിട്ട് കഴിക്കാനായിട്ട് വളരെ തന്നെ ബുദ്ധിമുട്ടുണ്ടാകും. ആ ഒരു സമയത്ത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർ ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സാധിക്കുന്നതാണ്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. തേൻ നെല്ലിക്ക തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 2 കിലോ അളവിലാണ് നെല്ലിക്ക കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ളത്. തേൻ നെല്ലിക്ക തയ്യാറാക്കി എടുക്കാനായിട്ട് നല്ല മഞ്ഞ കളറുള്ള നെല്ലിക്കയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പച്ച കളർ കൂടുതലാണെങ്കിൽ നെല്ലിക്കയ്ക്ക് ഒരു ഊറക്കയ്പ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് ഈ നെല്ലിക്ക ഒന്ന് വാട്ടിയെടുക്കാം. നെല്ലിക്ക വാട്ടിയെടുക്കാനായിട്ട് ഒരു ആവിപ്പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വെള്ളം ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ ആവിപ്പാത്രത്തിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് മൂടി വെച്ചുകൂടെ കൊടുക്കാം. അധികം ഒന്നും നെല്ലിക്ക വേവിച്ചെടുക്കരുത്. ഒരു 5 മിനിറ്റ് നേരം മാത്രം നമുക്ക് ഒന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുത്താൽ മതിയാകും. അങ്ങനെ നമ്മുടെ നെല്ലിക്ക വേവിക്കാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ മൂടി ഒന്ന് തുറന്നു നോക്കാം. നെല്ലിക്കയുടെ കളറെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുത്തി നോക്കാം. സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് തണുത്ത് വരട്ടെ, അതുവരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ നെല്ലിക്കയുടെ ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ട് ആറി വന്നിട്ടുണ്ട്. നെല്ലിക്ക നിറയെ ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാ നെല്ലിക്കയും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ നെല്ലിക്ക മുഴുവനും തന്നെ ഞാൻ ഹോൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തേൻ നെല്ലിക്കയാക്കി മാറ്റുന്നതെന്ന് നോക്കാം. ഇനി ഒരു വലിയ ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി പാനിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഇപ്പോൾ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പനങ്കൽക്കണ്ടമാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ നെല്ലിക്കയ്ക്ക് 600 ഗ്രാം എന്ന കണക്ക് 1200 ഗ്രാം ആണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇവിടെ തിളക്കുന്ന വെള്ളത്തിലേക്ക് ഈ ഒരു കൽക്കണ്ടം ഇട്ട് കൊടുക്കാം. കൽക്കണ്ടത്തിന്റെ മേലെയായിട്ട് ഹോൾസ് ഇട്ട് വെച്ചിരിക്കുന്ന നെല്ലിക്ക കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇരുന്ന് ഈ ഒരു കൽക്കണ്ടമൊക്കെ ഒന്ന് ഉരുകി ആ ഒരു പാനിയിലേക്ക് ഒന്ന് ലയിച്ച് വരണം. അതുവരെയും നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ കൽക്കണ്ടം ഒന്ന് ലയിച്ച് കിട്ടുന്നതിനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ടതോ പൊടിച്ചെടുക്കാവുന്നതുമാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെയിറ്റ് കാണിച്ചു തരേണ്ടത് കൊണ്ടാണ് പൊടിക്കാതെ ഇപ്പോൾ പാനിലേക്ക് ഇട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതൊന്ന് പാനിയായി വരട്ടെ, അതുവരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ നെല്ലിക്ക തിളപ്പിക്കാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നെല്ലിക്കയില് ധാരാളം വെള്ളം വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു കൽക്കണ്ടം അലിഞ്ഞു വരാനായിട്ട് കുറച്ച് താമസം എടുക്കും. നെല്ലിക്ക ഓവറായിട്ട് കുക്കാവുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് നെല്ലിക്ക പൊടിഞ്ഞു പോവാനൊക്കെ സാധ്യത കൂടുതലാണ്. നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം വീണ്ടും മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ നെല്ലിക്ക നല്ലോണം തന്നെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഈ ഒരു പാനിയെല്ലാം തന്നെയും ഈ ഒരു നെല്ലിക്കയിലേക്കൊന്ന് പിടിച്ചു കിട്ടണം. അതുവരെയും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേണം ഇതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാനായിട്ടും. ഒന്നുകൂടെ ഇളക്കി കൊടുത്ത് നമുക്ക് വീണ്ടും മൂടി അടച്ചു വെക്കാം. വീണ്ടും ഒരു 10 മിനിറ്റിന് ശേഷം നെല്ലിക്കയുടെ മൂടി തുറക്കുവാണ്. നമുക്ക് ഈ നെല്ലിക്ക തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു 40-45 മിനിറ്റോളം സമയം ആവശ്യമായിട്ട് വരും. ഈ ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നിങ്ങൾ ചെയ്യരുത്. ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് മധുരം എല്ലാം തന്നെ നെല്ലിക്കയിലേക്ക് നല്ല രീതിയിൽ തന്നെ പിടിച്ചു കിട്ടുകയും നമ്മുടെ ഈ ഒരു നെല്ലിക്ക നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഫുൾ ഫ്ലെയിം വെച്ച് കൊടുക്കുവാണെങ്കിൽ ഈ ഒരു വെള്ളം എല്ലാം വറ്റി ഇതിലേക്ക് മധുരമൊക്കെ പിടിക്കാതെ പോകും. അപ്പൊ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോ ഇതൊന്ന് തിളച്ച് ഒന്ന് വറ്റിയൊക്കെ വരട്ടെ. ഈ ഒരു സമയം ഞാൻ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിനായിട്ട് ഒരു 10 ഏലക്ക കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഏലക്ക ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലൊരു കഷ്ണം കറുവപ്പട്ട ഇത് ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. എങ്കിലും നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ നല്ല 3 മുട്ടുള്ള കറിയാമ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇനി വീണ്ടും മൂടി വെച്ച് കൊടുക്കുവാണ്. ഇപ്പോൾ നമ്മുടെ നെല്ലിക്ക മൂടി വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഇതുപോലെയാണ് നെല്ലിക്ക ആയി വന്നിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ കാണാലോ നമ്മുടെ നെല്ലിക്ക ഇതുപോലെ ഒന്ന് ചുക്കി ചുളിങ്ങൊക്കെ വന്നിട്ടുണ്ട്. ഇത്രയും ഒന്നും പോരാ. ഈ ഒരു പാനി മുഴുവനും തന്നെ നെല്ലിക്കയിലേക്ക് പിടിച്ച് നെല്ലിക്കയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി കിട്ടണം. അതുവരെയും വീണ്ടും നമുക്ക് ചെറിയ തീയിൽ തന്നെ വെച്ച് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. തേൻ നെല്ലിക്ക തയ്യാറാക്കി എടുക്കുമ്പോൾ ഇതിന്റെ ഓരോ സ്റ്റേജുമാണ് കേട്ടോ
ഈ കാണിച്ചു തരുന്നത്. ഞാനിപ്പോ ചെറിയ തീയിൽ വെച്ച് തന്നെയാണ് ഇത് പാചകം ചെയ്തെടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നത്. വീണ്ടും മൂടി വെച്ച് കൊടുക്കുവാണ്. തേൻ നെല്ലിക്ക ഇതുപോലെ ഒന്ന് കുറുകിയ പാകത്തിലേക്ക് ഇപ്പോൾ ആയി വന്നിട്ടുണ്ട്. നെല്ലിക്കയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു നെല്ലിക്കയുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാനും വേണ്ടിയിട്ട്, അതുപോലെ നമ്മളിത് കഴിക്കുമ്പോൾ വളരെ മട്ടിപ്പ് തോന്നാറുണ്ട്. അങ്ങനെ വരാതിരിക്കാനും വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുപോലൊരു കഷ്ണം ചേർത്ത് കൊടുത്താൽ മതിയാകും. വീണ്ടും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ജ്യൂസ് നമ്മുടെ കൈകൊണ്ട് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ നൂൽപരുവമായി വരും. അതുവരെയാണ് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കേണ്ടത്. വീണ്ടും നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നെല്ലിക്ക ഈ ഒരു കൽക്കണ്ടത്തിൽ വിളയിച്ചെടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 40 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നെല്ലിക്കയുടെ പാകം ഒന്നും കൂടെ നോക്കാം. പാനിയൊക്കെ ഒന്നും കൂടെ കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു കൽക്കണ്ടത്തിന്റെ പാനിയാണ് നമുക്ക് ഒഴും ശ്രദ്ധിച്ച് ചെയ്തെടുക്കേണ്ടത്. തമ്മിലൊന്ന് ഒട്ടിപ്പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു നെല്ലിക്ക വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചൂടാറി വരുമ്പോഴേക്കും ഒരു ദിവസം മുഴുവനും തന്നെ പാത്രത്തിൽ ഒന്ന് അടച്ച് മൂടി വെക്കാം. ഇനിയിപ്പോ നമ്മൾ രാവിലെയാണ് പാത്രം തുറന്ന് നോക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ നെല്ലിക്കയിലേക്ക് മധുരമെല്ലാം പിടിച്ച് നല്ല വീർത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പാകമാണ്. കൈകൊണ്ട് തൊട്ടാല് പൊട്ടിപ്പോകും വിധമാണ് നമുക്കിവിടെ ആയി വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ നെല്ലിക്ക ഒരു ചില്ലു കുപ്പിയിലാക്കിയിട്ട് അടച്ച് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള തേനൂറും തേൻ നെല്ലിക്ക ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു നെല്ലിക്കയുടെ പാകം കാണിക്കുന്നതിനായിട്ട് ഒരു ബൗളിലേക്കാണ് മാറ്റുന്നത്. ഈ ഒരു ബൗളിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇതെത്ര മാത്രം സോഫ്റ്റ് ആണെന്ന്. നെല്ലിക്കയിലേക്ക് മധുരമെല്ലാം പിടിച്ചു നിൽക്കുന്നത് കൊണ്ട് നല്ല മെറൂൺ കളറിലേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നെല്ലിക്ക സീസണിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലത്തോളം നമുക്ക് നെല്ലിക്ക സൂക്ഷിക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ. ഇനിയും നല്ലൊരു വീഡിയോയുടെ നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.